നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അച്ചടക്ക നടപടിയെടുത്ത കേന്ദ്ര സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് കുമാറിനെ നീക്കി. റിട്ടയർഡ് IAS ഓഫീസർ പ്രദീപ് സിംഗിനാണ് പകരം ചുമതല. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിഷയമായിരുന്നു. ഇപ്പോൾ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. NTAയിൽ എന്തൊക്കെയാണ് അഴിച്ചുപണി? കേന്ദ്ര സർക്കാർ ഈ NTA ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നീറ്റ്, UGC, നെറ്റ് അടക്കമുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ചോർച്ച അടക്കമുള്ള വിഷയത്തിൽ വലിയ തരത്തിൽ പ്രതിരോധത്തിൽ ആയിരുന്നു. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും NTA തലപ്പത്ത് ഇപ്പോൾ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത്. NTA DG സുബോധ് കുമാർ സിംഗിനെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. പകരം റിട്ടയർഡ് IAS ഓഫീസർ കൂടിയായ പ്രദീപ് സിംഗിന് ചുമതല നൽകി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചുമതല ഉടൻ ഏറ്റെടുക്കും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദീപ് സിംഗ് കരോളയ്ക്ക് അധിക ചുമതലയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന് അധിക ചുമതലയായാണ് ഇപ്പോൾ NTA ചുമതല കൂടി നൽകിയിരിക്കുന്നത്. 1985 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. എന്താണെങ്കിലും ഈ നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ NTAയിൽ അടക്കം ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്ന് നേരത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ NTA ഇത്തരത്തിൽ നടത്തിയ പ്രത്യേകിച്ച് ഈ പരീക്ഷകൾ വിശ്വാസ ഉൾപ്പെടെ തകർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ചെറുതൊന്നുമല്ല കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലും ആക്കിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലെങ്കിലും അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ തീർച്ചയായും വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തൽ BJPക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനുമുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചതാണ്. അത്തരത്തിലുള്ള നടപടികൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയും. എന്താണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ NTAയുടെ തലപ്പത്ത്, പ്രത്യേകിച്ച് NTAയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളെ തന്നെ മാറ്റിക്കൊണ്ട് ഇതിൽ കൃത്യമായ സന്ദേശം കൂടി കേന്ദ്ര സർക്കാർ നൽകുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്മൃതി, ശരി. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ NTAയുടെ DGയെ തന്നെ മാറ്റിയിരിക്കുന്നു. സുബോധ് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. പകരം റിട്ടയർഡ് IAS ഓഫീസർ പ്രദീപ് സിംഗിന് ചുമതല നൽകിയിരിക്കുന്നു.